രാവിലെ 11 മണിയോടുകൂടിയാണ് നമുക്ക് ഒരു വിവരം ലഭിക്കുന്നത്. അതായത് മാന്നാറിൽ നിന്ന് 15 വർഷം മുൻപ് കാണാതായ യുവതിയുടേത് കൊലപാതകമാണെന്നും കേസുമായി ബന്ധപ്പെട്ട് 5 പേരെ മാന്നാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ തന്നെ ജില്ലാ പോലീസ് മേധാവി ബന്ധപ്പെടുകയും അവർ ഈ വിവരം സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗികമായൊരു വിവരം നൽകാൻ പരിമിതികളുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ഏത് രീതിയിലാണ് അന്വേഷണം പോകുന്നതെന്ന് അവർക്ക് ആ ഘട്ടത്തിൽ പറഞ്ഞു തരാൻ വേണ്ടിയുള്ള അവസ്ഥയില്ലായിരുന്നു. എന്തായാലും നമ്മൾ വിവരം അറിഞ്ഞിട്ടും തന്നെ 1 മണിയോടുകൂടി മാന്നാറിലെ സ്ഥലത്തെത്തി. അപ്പോൾ അവിടെ പോലീസ് വളരെ 1-2 പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ആ വീടിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞു, ഇവിടെ പരിശോധനയൊക്കെ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്, അതുകൊണ്ട് ഒരു 200 മീറ്ററോളം മാറി നിൽക്കണം എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകരൊക്കെ അവിടെ നിന്ന് മാറി നിന്നു. വളരെ 1 മണിയോടുകൂടി ഉന്നത DYSP അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഫോറൻസിക് ഉദ്യോഗസ്ഥരും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളുമൊക്കെ അവിടെ എത്തി. 2 മണിയോടുകൂടി തന്നെ ഇത് കുഴിക്കാൻ വേണ്ടി, അതായത് സേഫ്റ്റി ടാങ്ക് തുറന്ന് പരിശോധിക്കാനുള്ള ജോലികൾ ആരംഭിച്ചു. പക്ഷേ ഈ വാർത്ത അപ്പോൾ തന്നെ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു. ഈ വാർത്ത മാധ്യമങ്ങളിൽ വന്നതറിഞ്ഞപ്പോൾ തന്നെ ധാരാളം ആളുകൾ അവിടെ കൂടിയിരുന്നു. അവിടെ എത്തിയ ആളുകൾക്കൊക്കെ ഈ വിവരം കേട്ടപ്പോൾ, ഈ വാർത്ത കണ്ടപ്പോൾ വലിയ ആശ്ചര്യവും അത്ഭുതവും ഒക്കെയാണ് അവർ പ്രകടിപ്പിച്ചതെന്ന് മാത്രമല്ല, പല ആളുകളും ഈ വാർത്ത തെറ്റാണെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരിക്കലും അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു വാർത്തയായിരുന്നു എന്നുള്ളതായിരുന്നു അവരുടെയൊക്കെ പ്രതികരണം. ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. അത് സത്യമാണോ അല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്കിത് വിശ്വസിക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ്. ഇതിനിടയിലാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത രാജു എന്ന ആളുമായിട്ട് അവിടെ എത്തി ഈ നടപടികളൊക്കെ ആരംഭിച്ചത്. അതിനിടയിൽ പല കാര്യങ്ങളും പോലീസിന് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ചെറിയ ഡെപ്പികളിലും കവറിലുമൊക്കെ ആക്കി മാറ്റുന്നത് നമുക്ക് കാണാമായിരുന്നു. പക്ഷേ അപ്പോഴും പോലീസ് എന്തൊക്കെ ലഭിച്ചു, എന്താണ് ഈ അന്വേഷണത്തിൻ്റെ ഭാവി കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ പോലീസ് ഔദ്യോഗികമായി വ്യക്തമാക്കിയിരുന്നില്ല. പിന്നീട് നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, അവിടെ കലയും അനിലും തമ്മിൽ പ്രണയിച്ച് വിവാഹിതരായവരാണ്. അവർ 2 ജാതിയിൽപ്പെട്ട ആളുകളായിരുന്നു. എങ്കിലും വീട്ടുകാർക്കൊക്കെ വലിയ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഒരു സുഖമായ രീതിയിൽ ദാമ്പത്യം മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടയിൽ ഒരു ആൺകുട്ടി ഉണ്ടായി. ഈ സമയത്താണ് മറ്റൊരു ബന്ധം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഒരു ആരോപണം അവിടെയുള്ള നാട്ടുകാരൊക്കെ ഉന്നയിച്ചത്. പക്ഷേ ആ നാട്ടുകാരോടൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് കല മറ്റാരോ ഒക്കെയായി പുറത്തേക്ക് പോയി എന്നുള്ളത്, ഒളിച്ചോടി പോയി എന്നുള്ളൊരു വിവരമായിരുന്നു ഈ അനിൽകുമാറും ബന്ധുക്കളുമൊക്കെ നാട്ടുകാരെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. ആ സമയത്തൊന്നും നമ്മളൊന്നും അറിയുന്നില്ലല്ലോ, ഒരു വേറെ രീതിയിലാണല്ലോ ഇതിനെക്കുറിച്ച് പറയുന്നത്. പരാതി കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ അങ്ങനെ അറിയാൻ സാധിച്ചത് ആ കുട്ടി ഇറങ്ങിപ്പോയിരിക്കുന്നു എന്നാണ്. നമുക്കത് വ്യക്തമായിട്ട് അറിയില്ലല്ലോ, പിന്നെ ഒരു ഫോളോ അപ്പ് ചെയ്തിട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. 15 വർഷം മുൻപ് നടന്ന കൊലപാതകത്തിൻ്റെ ചുരുൾ ഇപ്പോൾ അഴിയാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് അമ്പലപ്പുഴ പോലീസിന് ലഭിച്ചൊരു നിർണായകമായ വിവരമാണ്. അതായത് കല എന്നുള്ള പെൺകുട്ടി കൊല്ലപ്പെട്ടതാണെന്നും അവരുടെ മൃതദേഹം ഭർത്താവിൻ്റെ വീട്ടിലെ സേഫ്റ്റി ടാങ്കിൽ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു നിർണായകമായ വിവരം അമ്പലപ്പുഴ പോലീസിന് മാസങ്ങൾക്ക് മുൻപാണ് ലഭിച്ചത്. തുടർന്ന് അമ്പലപ്പുഴ പോലീസ് അന്വേഷണം നടത്തി കല പോകാനിടയുള്ള സ്ഥലങ്ങൾ, അവർക്ക് ബന്ധപ്പെട്ട ആളുകളെയൊക്കെ ബന്ധപ്പെട്ടവർ കലയെ 15 വർഷമായി ഒരാൾക്കും ബന്ധപ്പെടാൻ വേണ്ടി സാധിച്ചില്ല എന്ന് മനസ്സിലാക്കി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അനിൽകുമാറിൻ്റെ ബന്ധുക്കളായ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. 2008-2009 കാലഘട്ടത്തിൽ ഇവിടുന്ന് മിസ്സിംഗ് ആണെന്നുള്ള ഒരു ഇൻഫർമേഷൻ ലഭിച്ചതിൻ്റെ പേരിലാണ് നമ്മൾ എൻക്വയറി സ്റ്റാർട്ട് ചെയ്ത് അത് മിസ്സിംഗ് ആണെന്നുള്ള കാര്യം നമ്മൾ സ്ഥിരീകരിച്ചതിന് ശേഷം അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിനൊരു മിസ്സിങ്ങിനൊരു FIR ഇടുന്നത്. അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ടതിന് ശേഷം അത് മാന്നാറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും പിന്നെ നമ്മുടെ ഫർദറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തിയ എൻക്വയറീസിൻ്റെ ഭാഗമായിട്ടും ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായിട്ടും ഈ കല എന്ന് പറയുന്ന സ്ത്രീ മർഡർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത്. ഈ കേസ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. ഒപ്പം തന്നെ വലിയ വെല്ലുവിളികളും അവർക്കുണ്ട്. കാരണം 15 വർഷം മുൻപ് നടന്നൊരു കൊലപാതകമായതുകൊണ്ട് ഇതിനകത്തെ ദൃക്സാക്ഷികളെയോ അല്ലെങ്കിൽ അപ്പോഴുണ്ടായിരുന്ന സാഹചര്യ തെളിവുകളോ ഒന്നും പോലീസിന് കണ്ടെത്താൻ വേണ്ടി സാധിക്കില്ല. മറിച്ച് ശാസ്ത്രീയമായ തെളിവുകൾ, അതായത് ഇന്ന് പരിശോധനയിലൂടെ ലഭിച്ച എന്തൊക്കെയോ സാധനങ്ങൾ, വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട്, അതൊക്കെ കലയുടേതാണെന്ന് DNA പരിശോധനയിലൂടെ സ്ഥിരീകരിച്ചാൽ മാത്രമേ ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോവുകയുള്ളൂ. ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പം 15 കൊല്ലം കഴിഞ്ഞ ശേഷമായിട്ടുള്ള കേസായതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഫോറൻസിക് എന്നുള്ള ഒരു സപ്പോർട്ടും പിന്നെ അതേപോലെ തന്നെ മറ്റേ വിറ്റ്നസ്സുകളുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ എടുക്കുന്നതും നമ്മൾ അതിനകത്തൊരു ഡെഫിനറ്റായിട്ടൊരു ചാലഞ്ചുണ്ട്. 5 പേരാണ് നിലവിൽ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്.
പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന അനിൽകുമാർ വിദേശത്താണ്, ഇസ്രയേലിലാണ്. അയാളെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. എംബസി വഴിയൊക്കെ ബന്ധപ്പെട്ട് വേണം അയാളെ അവിടെ നിന്ന് നാട് കടത്തി ഇവിടേക്ക് കൊണ്ടുവരാൻ. അതിനുവേണ്ട നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കേസ് സംബന്ധിച്ച്, അതായത് കല കൊല്ലപ്പെട്ടതാണ് എന്നുള്ള കാര്യം കൃത്യമാണ്. എന്താണ് കാരണം, എങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. അത് ഈ ഫോറൻസിക് പരിശോധനയൊക്കെ ലഭിച്ച ശേഷം ഈ അനിൽകുമാർ ഉൾപ്പെടെയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്ത് വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ മാത്രമേ കൊലപാതകത്തിൻ്റെ കൃത്യമായിട്ടുള്ള മോട്ടോ എന്താണ്, ഉദ്ദേശം, എങ്ങനെയാണ് കൊലപ്പെടുത്തിയെന്നുള്ള കാര്യം വ്യക്തമാവുകയുള്ളൂ. ഈ ചെറുക്കൻ്റെ കൂടെ പോകാനൊക്കെ പിന്നെ ഞങ്ങൾക്ക് യാതൊരു കാര്യങ്ങളും അറിയാൻ വയ്യ. ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അവൻ്റെ കൂടെ, പക്ഷെ എനിക്കങ്ങനെയില്ല. ഞാൻ അന്നും പറയുന്നുണ്ട് കലയെ അവർ കൊന്നതാ കല. എന്തായാലും കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായൊരു നേട്ടമാണ്. കാരണം നമ്മൾ തന്നെ ക്യാമ്പയിൻ ചെയ്തിട്ടുള്ളതാണ്. പോലീസുകാരുടെ ഒരു എത്രത്തോളം പ്രഷർ അവർ തൊഴിലിടത്തിൽ അനുഭവിക്കുന്നു, എത്രത്തോളം ജോലിയാണ് അവർക്കുള്ളതെന്നൊക്കെയുള്ള കാര്യത്തിൽ നമ്മൾ ക്യാമ്പയിൻ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ ദിവസം നിയമസഭയിലും അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. എന്തായാലും ഈ തിരക്കുകൾക്കിടയിലുമൊക്കെ പോലീസ് കൃത്യമായി അന്വേഷണം നടത്തി 4 അവർക്ക് പിടികൂടാൻ പറ്റുന്ന പ്രതികളെ പിടികൂടിയിരിക്കുന്നു. ഒപ്പം തന്നെ വിശദ തിരച്ചിലിലും മറ്റ് നടപടിക്രമങ്ങളിലൂടെ ഒരു പക്ഷേ കേസിൽ നിർണായകമാകുന്ന തെളിവുകളും കണ്ടെത്തിയിരിക്കുന്നു.